നമസ്കാരം, ഞാൻ ഡോക്ടർ നീതു എസ്ജിത്ത്, ഡോക്ടർ കെ വി വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസിൻ്റെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് ഫിസിഷ്യനുമാണ്. വിമൻ വെൽനസ്സും ഇൻഫെർട്ടിലിറ്റിയുമാണ് ഞാനിവിടെ കൈകാര്യം ചെയ്യുന്നത്. മുൻപ് ഞാൻ ഗർഭകാലത്തിൽ ഒരു സ്ത്രീ ആചരിക്കേണ്ടതായിട്ടുള്ള പരിചര്യകളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ പ്രസവിച്ചതിന് ശേഷം, അതായത് പ്രസവരക്ഷ എന്ന് നമ്മൾ പൊതുവേ പറയുന്നുണ്ട്, ആ പ്രസവരക്ഷ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ശിശു പോഷണത്തിനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്കെല്ലാം അറിയാം, നമ്മളിപ്പോൾ കോവിഡ് എന്നുള്ളൊരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 3ാം തരംഗം വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് മറ്റുള്ള ഏതൊരു വിഭാഗക്കാരെ പോലെയും ആശങ്കകൾ നിറഞ്ഞ ഒരു വിഭാഗമാണ് ഗർഭിണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭിണികൾക്ക് സാധാരണഗതിയിൽ ഉള്ളൊരു സംശയമാണ്, എനിക്ക് മുൻപുള്ള പോലെ അല്ലെങ്കിൽ മറ്റുള്ള കാലത്തെ പോലെ ഡോക്ടറെ എല്ലാ മാസവും കൃത്യമായി കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ ബ്ലഡ് ചെക്കപ്പ് അല്ലെങ്കിൽ സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ അവർക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഗർഭിണികൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ കോവിഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവർക്ക് ഈ ഒരു സമയത്ത് രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ കൊറോണ എന്നുള്ളതല്ല, ഏതു തരത്തിലുള്ള അസുഖങ്ങളായാലും അതിൻ്റെ ആക്കം കൂട്ടുവാനുള്ള ചാൻസസ് ഉണ്ടാവും. എങ്കിൽ പോലും അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പകരുവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. അതായത് അമ്മയുടെ രക്തം വഴി, പുക്കിൾക്കൊടി വഴി കുട്ടിക്ക് ലഭിക്കുന്നതിനെയാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ജലമോ സാനിറ്റൈസറോ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഗർഭിണികൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലുകൾ സന്ദർശിക്കുക. അവരുടെ സ്കാനിങ് അല്ലെങ്കിൽ രക്തപരിശോധന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഹോസ്പിറ്റലുകളിൽ ചെലവഴിക്കുന്ന സമയം വളരെ ലഘൂകരിക്കുന്നതായിരിക്കും അത്യുത്തമം. നോർമലി നമ്മൾ ഒരു പ്രസവത്തിന് തയ്യാറെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കോവിഡ് കാലത്തും തയ്യാറെടുക്കാവുന്നതാണ്. എങ്കിൽ പോലും കുട്ടി ജനിച്ചതിന് ശേഷം സന്ദർശകരുടെ വരവ് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ അടുത്തുള്ള കുടുംബാംഗങ്ങൾ മാത്രം കുട്ടിയെ അല്ലെങ്കിൽ അമ്മയെ പരിചരിക്കുക. അമ്മയ്ക്ക് ശ്വാസകോശ സംബന്ധമായുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ജലമോ സാനിറ്റൈസറോ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുകയും ചെയ്യുക. അതേപോലെ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് മുൻപും ശേഷവും സ്ഥലങ്ങൾ കൃത്യമായിട്ട് ശുചിയാക്കുക. എങ്കിൽ പോലും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കാദ്യം തന്നെ സൂതിക പരിചരണം എന്തൊക്കെയാണെന്ന് നോക്കാം. സൂതിക എന്ന വാക്ക്, അതായത് പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീയെ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയെ പറയുന്ന പേരാണ് സൂതിക. അവർക്ക് ചെയ്യുന്ന പരിചരണം, അതിനെയാണ് സൂതിക പരിചരണം എന്ന് പറയുന്നത്. അപ്പോൾ സൂതിക പരിചരണത്തിൽ ആദ്യം പറയുന്നത് പ്രസവശേഷം പേശി സങ്കോചം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറ്റുന്നതിനും ഗർഭാശയം പഴയ രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുമുള്ള ചികിത്സാ രീതികളാണ് സൂതിക പരിചരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടിക്ക് പോഷകപ്രദമായ പാല് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിനായിട്ടുള്ള മരുന്നുകളും ബാക്കി ചികിത്സകളുമാണ് നമ്മൾ ഈ ഒരു വിഭാഗക്കാർക്ക് ചെയ്തു വരുന്നത്. പ്രസവശേഷം അമ്മയുടെ ദഹനശേഷിയും അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ഒരാഗ്രഹവും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരുടെ ദഹനശക്തിക്ക് അനുസരിച്ചുള്ള മരുന്ന് ഒരു വൈദ്യനിർദ്ദേശപ്രകാരം സ്വീകരിക്കേണ്ടതാണ്. പലരുടെയും സംശയമാണ്, പ്രസവരക്ഷയുടെ ആവശ്യമുണ്ടോ, എന്തിനാണത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണോ എന്നൊക്കെ സംശയമുണ്ട്. ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള സ്ത്രീകൾ സാധാരണഗതിയിൽ പ്രസവം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അവരുടെ ജോലിയിലേക്ക് അല്ലെങ്കിൽ തിരക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. പക്ഷേങ്കിൽ നമ്മളുടെ കേരളത്തിലാണ് കൂടുതലായിട്ടും പ്രസവരക്ഷ കാണുന്നത്. നമ്മളുടെ മുൻ തലമുറക്കാരായിട്ടുള്ള അമ്മമാരും മുത്തശ്ശിമാരും പാരമ്പര്യമായി കൈമാറി വരുന്ന പല രീതിയിലുള്ള ചികിത്സാ രീതികളുമുണ്ട്. എങ്കിൽ പോലും എല്ലാം ശാസ്ത്രീയമായ രീതിയിലെന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. അതായത് എല്ലാവർക്കും ഒരേപോലെയല്ല പ്രസവരക്ഷ ചെയ്യേണ്ടത്. ആ ഒരു സ്ത്രീയുടെ അപ്പോഴത്തെ ദഹനശക്തിക്കും ശാരീരിക സ്ഥിതിക്കും അനുസരിച്ചിട്ടുള്ള ചികിത്സാ രീതികളാണ് സൂതിക പരിചരണത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.
മറ്റൊരു സംശയമാണ്, പ്രസവിച്ചു കഴിഞ്ഞാൽ അധികം വെള്ളം കുടിക്കാൻ പാടില്ല, വയറ് ചാടുമെന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഹോർമോണിൻ്റെ ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഡെലിവറിക്ക് ശേഷം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ജലം കുടിച്ചു കഴിഞ്ഞാൽ അത് നീർക്കെട്ടിനെയും മറ്റും ഉണ്ടാക്കുന്നത് കൊണ്ട് മിതമായ അളവിൽ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കേണ്ടതാണ്. മറ്റൊരു സംശയമാണ് ഈ പ്രസവരക്ഷ എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്നത്. അതായത് സാധാരണ ഒരു പ്രസവം നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് ആദ്യ ആഴ്ച തന്നെ നമുക്ക് തുടങ്ങാം. സിസേറിയൻ ആണെങ്കിൽ ഒരു 2 ആഴ്ച, അതായത് ഒരു 10 ദിവസത്തിന് ശേഷം തുടങ്ങുന്നതാവും അത്യുത്തമം. കാരണം സ്റ്റിച്ചിൻ്റെയൊക്കെ വേദനയും അല്ലെങ്കിൽ ആ മുറിവുകൾ ഉണങ്ങാനുള്ള ഒരു കാലതാമസം ഉള്ളതുകൊണ്ട്. നമ്മളുടേതാകുമ്പോൾ നമ്മൾ എണ്ണ തേച്ച് കുളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എണ്ണയും കൂടെ ചെന്ന് അത് പഴുക്കാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സിസേറിയൻ ചെയ്തവർക്ക് പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. വയറ് കെട്ടിവെക്കുന്ന ഒരു സമ്പ്രദായം അത് നോർമലി എല്ലായിടത്തും ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും ചിലരുടെ സംശയമാണ് പേശി സങ്കോചം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വയർ കുറയുന്നതിനുമുള്ള ചെറിയ തരത്തിലുള്ള എക്സർസൈസ് ചെയ്താൽ പോരെ എന്ന് വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതകോപം ഉണ്ടാവാതിരിക്കുന്നതിനും വയറ് ചുരുങ്ങുന്നതിനും അതേപോലെ നടുവേദന പോലെ ഉള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 സെൻറ്റിമീറ്റർ വീതിയുള്ള തുണി വയറിന് ചുറ്റും കെട്ടിവെക്കുക. അത് ഒരു മാക്സിമം ഒരു 5 to 6 hours കണ്ടിന്യൂസ് കെട്ടിവെച്ചതിന് ശേഷം അഴിച്ചു മാറ്റാവുന്നതുമാണ്. സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള പ്രസവങ്ങളിലും ഇത് ഉടൻ തന്നെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്കുണ്ടാവുന്നില്ല. അതേപോലെ മറ്റൊന്നാണ് വേദുകുളി എന്ന് അറിയപ്പെടുന്നത്. വേദുകുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് യുക്തമായിട്ടുള്ള തൈലങ്ങൾ ശരീരത്തിൽ പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ ഇരുന്നതിന് ശേഷം നമുക്ക് യുക്തമായ ഇലകൾ, അതായത് വാതഹരങ്ങളായിട്ടുള്ള ഇലകളാണ് നമ്മൾ നോർമലി വേദുകുളിക്ക് ഉപയോഗിക്കുന്നത്. ആവണക്കിൻ്റെ ഇല, എരിക്കിൻ്റെ ഇല, പുളിയില, അങ്ങനെയുള്ള ഇലകളാണ് നോർമലി നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അത് തലേ ദിവസം തന്നെ നമുക്ക് തിളപ്പിച്ചിട്ട് രാവിലെ അത് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മഞ്ഞൾ നമ്മൾ തേച്ച് കുളിക്കുന്നതും ചില ഭാഗങ്ങളിൽ കണ്ടുവരാറുണ്ട്. അത് അവരുടെ ത്വക്കിൻ്റെ സ്വാഭാവികമായ നിറം തിരിച്ചു കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. വേദുകുളിക്കുള്ള വെള്ളം അധികം ചൂടാവാൻ പാടില്ല. അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അതേപോലെ തന്നെ സ്ത്രീയുടെ ശാരീരിക സ്ഥിതിക്കും കൂടെ അനുസരിച്ചിട്ടുള്ള ഇലകൾ വേണം ഉപയോഗിക്കുവാൻ. പ്രസവാനന്തരം എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നോർമലി, അതായത് നമ്മളുടെ വീട്ടിലുള്ള മുതിർന്നവർക്ക് നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തടി വെക്കണം, അപ്പോൾ നല്ല ആഹാരം കൊടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ദഹനശക്തിക്ക് അനുസരിച്ചിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. പൊതുവേ നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ മാംസാഹാരങ്ങളൊന്നും കൊടുക്കില്ല. ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 12 ദിവസത്തിന് ശേഷം മാത്രമേ മാംസാഹാരങ്ങൾ കഴിക്കാവൂ. അതുപോലെ 28 ദിവസത്തിന് ശേഷം അത് മാംസരസം സൂപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും നമ്മളത് അമ്മയുടെ ദഹനശക്തിക്ക് അനുസരിച്ചിട്ടുള്ള ഭക്ഷണമേ കൊടുക്കാവൂ. കാരണം ആദ്യത്തെ 6 മാസം ആ കുട്ടി കുടിക്കുന്നത് അമ്മയുടെ മുലപ്പാൽ മാത്രമാണ്. അമ്മയുടെ ആഹാര രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും കുട്ടിയുടെയും ദഹനശക്തി ഉണ്ടാവുന്നത്. സമ്പുഷ്ടമായ റാഗി, ഗോതമ്പ്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മാംസരസങ്ങളെല്ലാം അവരുടെ ദഹനശക്തിക്ക് അനുസരിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമ്മൾ നോർമലി കേൾക്കാറുണ്ട് പ്രസവരക്ഷാ മരുന്നുകളുണ്ട് എന്നുള്ളത്. ആ പ്രസവരക്ഷാ മരുന്നുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ കൃത്യമായി പുറന്തള്ളുകയും ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനും അതുവഴി അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നതിനും ഉതകുന്നതായിട്ടുള്ളതാവണം പ്രസവരക്ഷാ മരുന്നുകൾ. പ്രസവരക്ഷാ മരുന്നുകൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് മരുന്നുകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. ദഹനശക്തിക്ക് അനുസരിച്ചിട്ടും ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചും ഉള്ള മരുന്നുകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പ്രത്യേക ഒരു പ്രസവരക്ഷാ പാക്കേജുകൾക്ക് പുറകെ പോകാതെ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മാത്രം സേവിക്കുക. മറ്റൊരു പ്രധാന കാര്യമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ബേബി ബ്ലൂസ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവശേഷം ഹോർമോണുകളിലുണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടും
അമ്മയാവുന്നു അല്ലെങ്കിൽ അമ്മയായി കുട്ടിയെ എങ്ങനെ നോക്കും എന്നുള്ള പലതരത്തിലുള്ള വ്യാകുലതകളും ഉള്ളതുകൊണ്ട് സ്ത്രീകളിൽ സാധാരണയായിട്ട് ചെറിയൊരു ഡിപ്രഷൻ കണ്ടുവരാറുണ്ട്. പ്രസവം കഴിഞ്ഞ ഒരു 70% സ്ത്രീകളിലും കണ്ടുവരുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ അത് പഴയ രീതിയിലേക്ക് അവരുടെ മാനസിക സ്ഥിതി മാറി വന്നതായും കാണുന്നുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷവും അത് അതേപോലെ നിൽക്കുകയാണ്. അതായത് ആവശ്യമില്ലാതെ അവർ വിഷമിക്കുക, കരയുക, കുട്ടിയെ നോക്കാണ്ടിരിക്കുക, കൃത്യമായ സമയത്ത് മുലപ്പാൽ കൊടുക്കാതിരിക്കുക, ഉറക്കമൊഴിക്കുക, അല്ലെങ്കിൽ പകൽ കൂടുതലായിട്ട് ഉറങ്ങുക, കൂടുതൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെ പലതരത്തിൽ സിംറ്റംസ് ആയിരിക്കും ഓരോരുത്തരും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നോർമലി അതൊരു 2 ആഴ്ചയ്ക്ക് ശേഷം അവർ സാധാരണ ജീവിതത്തിലേക്ക് വരും. എങ്കിൽ പോലും 2 ആഴ്ചയ്ക്ക് ശേഷം ഇതേ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കൂടി അവർ സേവിക്കേണ്ടതാണ്. മരുന്നുകളെക്കാൾ ഉപരി ജീവിത പങ്കാളിയുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സ്നേഹപൂർണമായിട്ടുള്ള സമീപനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കുന്നു. മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ച പോലെ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയല്ല നേടുന്നത് എന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കൂട്ടുവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്നുള്ള ഒരു വിവേചനം കൂടാതെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു കുഞ്ഞ് ജനിക്കട്ടെ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഗർഭിണികളിൽ അല്ലെങ്കിൽ ഗർഭിണികളോട് പങ്കുവയ്ക്കുക. ഗർഭകാലത്ത് ഒരു സ്ത്രീക്ക് നൽകുന്ന പരിചരണം പോലെ തന്നെ പ്രസവശേഷവും വേണ്ടതായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും വയാംസ് ഹോസ്പിറ്റലിൽ കൃത്യമായി ചെയ്തു വരുന്നു. അത് രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ചിട്ടും ശാരീരിക സ്ഥിതി അനുസരിച്ചിട്ടുമാണ് ചെയ്തു വരുന്നത്. ഇങ്ങനെ ഈ കോവിഡ് കാലത്തും നല്ല രീതിയിൽ തന്നെ ഗർഭപരിചരണവും പ്രസവശേഷമുള്ള പരിചരണവും കൃത്യമായി ചെയ്യുവാൻ ഏതൊരു സ്ത്രീക്കും കഴിയട്ടെ. അതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.